Hi dears, welcome to my channel and thank you so much for choosing to watch this video. അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിൾ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് കാണാം. ബൈ ദ വേ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫേസ് വാഷ് ചെയ്തു, പിന്നെ ടോൺ ചെയ്തു, മോയ്സ്ചറൈസർ ചെയ്തു, പിന്നെ ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്തു, പിന്നെ ഒരു ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് പേടിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു കളർ കറക്റ്റർ വെച്ചിട്ട് കളർ കറക്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു ഏരിയയും ഇവിടെയൊക്കെ ചെറിയ സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിനകത്ത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ചില സമയത്ത് ഈ ഷെയ്ഡൊക്കെ വർക്ക് ചെയ്യും, ചിലപ്പോൾ ടാൻ ഉള്ള സമയത്ത് എനിക്ക് ഈ ഷെയ്ഡ് വർക്ക് ചെയ്യും. അങ്ങനെ കൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യേ. ഞാൻ എല്ലാ സ്പോട്ട്സും ഇത് ചെയ്യുന്നില്ല, ലൈക്ക് കവർ ചെയ്യുന്നില്ല. ഒത്തിരി എടുത്ത് നിൽക്കുന്ന പാടുകൾ മാത്രം ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് പിന്നെ ആക്നെ എനിക്കിപ്പം ആക്റ്റീവ് ആക്നെ, അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഇടുന്നില്ല. ഓക്കെ, ഞാൻ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യില്ല, ജസ്റ്റ് അവിടെ മാത്രം ഡാബ് ചെയ്ത് കൊടുക്കും. അത് മൂവ് ചെയ്യത്തില്ല കേട്ടോ. ആ ഒരു ഞാൻ ഇട്ട് കൊടുത്ത കളർ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കത്തില്ല. ജസ്റ്റ് അവിടെ തന്നെ ഞാനൊന്ന് പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവിടെ മിറർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ഹാർഷായിട്ട് ഇരിക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൺസീലർ, മെബിലിൻ ഫിഗ്മിയുടെ ഏജ് റിവൈൻഡ് കൺസീലർ കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് കാരമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേളിൽ ഞാൻ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ പാക്കേജിങ്. ഇത് ഒട്ടും വേസ്റ്റ് ആകത്തില്ല. ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതിൻ്റെ മേളിൽ ഞാനിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കണ്ടോ, മൗത്ത് ഏരിയയുടെ അവിടെ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ എനിക്കുണ്ട്. അപ്പം അവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു കൺസീലർ മാത്രമേ എടുത്തുള്ളൂ. കറക്റ്റർ യൂസ് ചെയ്തില്ല ഞാനവിടെ. ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും. ഇതും ഞാൻ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യാറ്. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആക്നെ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഞാൻ ക്ലീൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് അല്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മുടെ കയ്യിലൊരു ചൂടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇത് മെൽറ്റായിട്ട് നല്ലോണം ബ്ലെൻഡ് കേട്ടോ. ജസ്റ്റ് ബാലൻസ് എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാനിങ്ങനെ കണ്ണിൻ്റെ ഈ ഒരു അണ്ടർ ഐയിൽ ഇട്ട് കൊടുക്കും. കണ്ടോ, ഇപ്പം ആ പാടുണ്ടോ? ഫസ്റ്റ് കണ്ടതും ഇപ്പോഴും നോക്ക്. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ട് നല്ലോണം കവർ ആയിട്ടുണ്ട് കേട്ടോ. ഈ മെബിലിൻ്റെ കൺസീലർ അടിപൊളി കൺസീലറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനെന്തോ 600 സംതിങ് ആണ്, പക്ഷേ നൈക്കയിലൊക്കെ ഓഫർ സെയിൽ 400 സംതിങ്ങിന് കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്തെങ്കിലും ഒരു പൗഡർ, ടാൽക്കൺ പൗഡർ, സാധാരണ നമ്മുടെ പൗഡേഴ്സ് ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും പൗഡേഴ്സ് വെച്ച് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആക്നെ വരുന്നുണ്ട്. എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഇനി ഞാൻ ഐബ്രോസ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ കാണാം. ഓക്കെ, മാർസിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാട്ടോ. ഇതിന് ഇവിടെ തന്നെ ഒരു ബ്രഷ് ഉണ്ട്, ഞാൻ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുവേ. കോംബ് ചെയ്ത് കൊടുത്തിട്ട് ഈ നമ്മൾ താഴത്തെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ഇവിടെ ഞാൻ ഫസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും, ലൈറ്റായിട്ട് കേട്ടോ. ഈ പെൻസിലിൻ്റെ നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രഷർ പോകത്തില്ല. അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറായിരിക്കും. സോ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇവിടെ താഴെ വരച്ചല്ലോ, അതേപോലെ തന്നെ മേളിലും നമ്മളൊരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി മേളിലും കൂടെ
ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് കേട്ടോ. ഈ മേളത്ത് ചെയ്തപ്പം ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങൊന്നും സ്റ്റാർട്ട് ചെയ്തല്ല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. താഴെ എന്ന് വെച്ചാൽ ഞാൻ താഴെ ഏറ്റവും അറ്റത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കും. എനിക്ക് അധികം ഗ്യാപ്സ് ഒന്നും ഇല്ല. ജസ്റ്റ് ഞാൻ പിന്നെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കും. ഒത്തിരി ഡാർക്കല്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇവിടെ നമ്മൾ നല്ലോണം മേളോട്ട് ചീവി കൊടുക്കുക. നമുക്ക് ഇപ്പുറത്തും ചെയ്യാം. ഐബ്രോ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആട്ടോ. ഈ ഒരു ഗ്ലാം 21 എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കൈകൊണ്ട് ഈസി ചെയ്യാം, പക്ഷേ ബ്ലെൻഡ് ചെയ്യാൻ ഈസി. നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ബ്രാൻഡൊന്നും എനിക്കറിയത്തില്ല. ഈ ബ്രഷിൻ്റെ ബ്രാൻഡൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ബട്ട് ഇറ്റ്സ് ഗുഡ്. നല്ല സോഫ്റ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലെൻഡ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഫസ്റ്റ് ഐഡിയിട്ട് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് 2 സൈഡുണ്ട് കേട്ടോ. ഇത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൈഡും പിന്നെ ഇതൊരു മറ്റേ ബ്ലെൻഡ് ചെയ്യുന്നൊരു ബ്രഷ് ലൈക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സൈഡുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഫുൾ ഐഡിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫുൾ ഞാൻ ആ ഒരു ഷെയ്ഡ് ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഈ ഒരു ബ്രൗൺ കളർ ഒരു ഷെയ്ഡ് കേട്ടോ. അത് യൂസ് ചെയ്യാൻ പോണേ. ഇവിടെ ഈ ഒരു നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് റൗണ്ട് മോഷനിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് അകത്തോട്ട് വലിക്കുക. കാണിച്ചു തരാം. ഇതെടുത്തിട്ട് ഇവിടെ ഡാർക്ക് ആക്കിയിട്ട് ഇവിടുന്ന് അകത്തോട്ട് നമ്മളിങ്ങനെ ഒരു റാ പോലെ വരയ്ക്കണം. മനസ്സിലായോ? അതിനുശേഷം നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഈ ഒരു അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നു. സെയിം അത് തന്നെ ഇപ്പുറത്തും ചെയ്യണം. യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണോ. ഈ ഒരു ഷെയ്ഡ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണേ. ഈ ഒരു ഷെയ്ഡ് എടുത്തു. ഇനി ഞാനിത് നമ്മുടെ ഈ ഐലിഡിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു ലൈൻ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തല്ലോ. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു ലൈൻ പോലെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലൈൻ പോലെ ഇട്ട് കൊടുത്തത് കണ്ടല്ലോ, ഒരു ഷിമർ ഉണ്ടല്ലോ. അത് തന്നെ ഞാൻ ഈ 2 സൈഡിലോട്ടും ബ്ലെൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എക്സ്ട്രാ എടുത്തിട്ടല്ല ബ്ലെൻഡ് ചെയ്യുന്നത്. ആ സെൻറ്റർ പാർട്ടിലാണ് കൂടുതൽ എടുത്ത് കാണേണ്ടത് ആ ഷിമേഴ്സ്. അപ്പം ഞാൻ അതിങ്ങനെ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഡാർക്ക് കളർ ഉണ്ടോ, ഈ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ലൈൻ ചെയ്യുന്ന പോലെ തന്നെ താഴെ ഞാൻ വരയ്ക്കാം കേട്ടോ. ഈ ബ്രഷിൻ്റെ ഈ സൈഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത്തിരി മേലോട്ട് പോകണ്ട. ഞാൻ ഈ ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ഈ ഷെയ്ഡ് തന്നെ ഞാൻ താഴെയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക കാണിച്ചില്ല. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഐലൈനിങ് ആണ്. അപ്പോൾ ഞാൻ പണ്ടോട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡാസ്ലറിൻ്റെ. ഒരു വിങ് ലൈൻ വരച്ചു കൊടുക്കാം.
അപ്പം ഞാൻ ഐലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസ്കാര ഇട്ട് ഇത് നമുക്ക് നമ്മുടെ ഇന്നർ കോർണർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഈ എൻവൈബയുടെ ഒരു സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മറ്റേ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ തിളക്കം ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇത്ര ഈ ഒരു എമൗണ്ട് എടുക്കത്തുള്ളൂ, അപ്പുറം പോയിന്റ് ഇട്ടുള്ളൂ. നമുക്ക് ലിപ്സിലേക്ക് പോകാം. ഒരു ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം. മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ജസ്റ്റ് ഞാൻ ഒത്തിരി ഇട്ടില്ല, ജസ്റ്റ് 2 ഡോട്ട് ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് അത് ബ്ലെൻഡ് ചെയ്യും. കാണിച്ചു തരാം. നല്ല ഷെയ്ഡല്ലേ, അടിപൊളിയല്ലേ, നല്ല അടിപൊളി. നമ്മുടെ ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആക്കുന്ന ഷെയ്ഡ് ഇട്ടത്. മേക്കപ്പ് കഴിഞ്ഞു. വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഇപ്പം ചെയ്യുന്നില്ല. യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം.